ഞാൻ കുഞ്ഞായിരിക്കും മുതൽ അനീഫ്ക്കയെ കാണുന്നതാണ് അല്ലേ. അപ്പോൾ എൻ്റെ അണ്ണൻ്റെ ശരിയണ്ണൻ്റെ അടുത്ത ഫ്രണ്ടാണ് അനീഫ്ക്ക. അപ്പോൾ അന്നൊക്കെ അനീഫ്ക്ക സിനിമ സങ്കല്പവും സ്വപ്നവും ഒക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. നമ്മളൊക്കെ അന്ന് അനീഫ്ക്ക ഇങ്ങനെ ആരാധനയോടുകൂടി കണ്ടുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ഒരു സംവിധായകനായി വന്നു. അനീഫ്ക്ക എൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വന്നു. അനീഫ്ക്കക്ക് സത്യത്തിൽ എന്തായിരിക്കും തോന്നിയിട്ടുണ്ടായത്? ആദ്യം കാണുന്നത് തന്നെ നിങ്ങളുടെ ഒരു പ്രോഗ്രാമാണ്. അവിടെ നിന്ന് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളുടെ ഒരു പ്രോഗ്രാമാണ് ഞാൻ കണ്ടത്. അത് ഏത് സ്പോട്ടാണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് അവിടെ നിന്ന് എനിക്ക് ഇവർ കലാകാരന്മാരാണ് എന്നുള്ളത് വളരെ കൺഫേം ആയി അവരെ തന്നെ. പിന്നെ നിങ്ങൾ ഫാസിൽ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു ഡയറക്ടറുടെ ഡെഫിനറ്റ്ലി നല്ല രീതിയിൽ തന്നെ വരുള്ളൂ. എന്നിട്ട് അത് കൂടാതെ നിങ്ങളുടെ ആദ്യത്തെ പടം ഒരു ഇൻസിഡന്റ് ഉണ്ടായി. 3-4 പേരുണ്ടായുള്ളൂ. അപ്പൊ അതിന്റെ അപ്പച്ചനുണ്ടായിരുന്നു, വേറൊരു പ്രശസ്ത വ്യക്തി ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. എന്നെ വിളിച്ചിരുന്നു. അന്ന് സിദ്ദീഖും ലാലും ഇല്ല അവിടെ. ഇല്ല, ഇത്രയും പേരുണ്ടായിരുന്നുള്ളൂ. പടം കണ്ടിട്ട് പടം കണ്ടു കഴിഞ്ഞപ്പോ ആധികാരികമായിട്ട് പറയേണ്ട ആള് ആ പടത്തെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞില്ല. കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെയുള്ള സ്റ്റേജിലാണ്. പക്ഷെ ഞാനപ്പം തന്നെ അപ്പച്ചനെ മാറ്റി വിട്ടു ഒരു സൂപ്പർ ഹിറ്റ് ആയിരിക്കും ഈ പടം എന്ന് ഞാൻ തീർത്തു പറഞ്ഞാണ് അപ്പച്ചനോട്. കാരണം എന്ന് വെച്ചാൽ എന്നെ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയ ഒരു പടമാണത്. കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചേഞ്ചുകളും കാര്യങ്ങളും എന്നാൽ നല്ല ഹ്യൂമറും അതും ഇതൊക്കെ ഒന്നിച്ച് വന്നിട്ട് അതിൽ നിന്ന് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പോകുന്നു എന്നുള്ളത് എനിക്ക് ഷുവറായി. പിന്നെ നിങ്ങളുടെ പടങ്ങളെല്ലാം തന്നെ സിദ്ദീഖ് ചെയ്ത് ഒരു പടം ഫ്ലാപ്പല്ല. ഈ അനീഫ് എങ്ങനെയാണ് ഹ്യൂമറിലേക്ക് അനീഫ്ക്ക തിരിക്കുന്നത്? അനീഫ്ക്ക സീരിയസ് നടനായിരുന്നല്ലോ, വില്ലനായിരുന്നു. അപ്പോൾ ഈ മാറ്റം ശരിക്കും അനീഫ്ക്ക ബോധപൂർവമായിട്ട് ശ്രമിച്ചതാണോ അല്ലെങ്കിൽ അങ്ങനെ വന്നതാണോ? ബോധപൂർവമായിട്ടല്ല, ഞാൻ അത് സീരിയസ് ആയിട്ട് തന്നെ ചെയ്താണ്. ആള് ചിരിച്ചെന്നു മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് അത് കിരീടമൊക്കെയാണ് അനീഫ്ക്കയുടെ. പിന്നെ അതിന് പുറകെ മാന്നാർവത്തായി, അങ്ങനെ കുറെ പടങ്ങളാണ് അനീഫ്ക്ക ഒരു പക്ഷെ അതിനേക്കാളല്ല എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹിറ്റ്ലറിലെ ക്യാരക്ടറാണ്. എന്താണെന്നറിയോ, ഒറ്റ സീനിൽ എനിക്ക് പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു സീൻ തന്നു. അതിലെ കീ കൊണ്ടൊന്ന് തിരിച്ചേൽപ്പിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ ഒരു ആക്ടർക്ക് എന്തെങ്കിലും ചെയ്യാവുന്ന ഒരു സീരിയസ് സീക്വൻസും കൂടി വന്നപ്പോഴാണ് ആ ക്യാരക്ടർ